ഹായ് മക്കളെ, സുഖം തന്നെയല്ലേ? പരീക്ഷ എത്തി, പ്രിപ്പറേഷനൊക്കെ തകൃതിയായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യുവറ്റ് എക്സാമിനേഷന് ഇംഗ്ലീഷിൽ നമുക്ക് ഒരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഭാഗം. എന്താണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലിറ്റററി വർക്ക്സിലോ അല്ലെങ്കിൽ പോയട്രിയിലോ ഒക്കെ ആ ഒരു പറയുന്ന കാര്യത്തെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഓതേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ലിറ്റററി ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ് ഈ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിമിലീസ്, അതുപോലെ മെറ്റഫർ, അലിട്രേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് വരും. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് നേരെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് ആസ് ഫ്രഷ് ആസ് എ ഡ്യൂ എന്നൊരു ക്വസ്റ്റ്യൻ. ഷീ ഈസ് ആസ് ഫ്രഷ് ആസ് എ ഡ്യൂ എന്നൊരു ക്വസ്റ്റ്യൻ. അതിന് നമ്മുടെ ഓപ്ഷൻസ് ഉണ്ട്: മെറ്റഫർ, സിമിലി, അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ. ഇതിലേതാണ് സിമിലിയാണ്? അപ്പോൾ എന്താണ് സിമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. സിമിലി എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുക. ഏതൊക്കെ വേർഡ് ഉപയോഗിച്ചിട്ട്? ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ഷീ സിങ്സ് ലൈക്ക് ശ്രേയ ഘോഷൽ എന്ന് പറയുമ്പോൾ ആ ലൈക്ക് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അതിനെ സിമിലി ആണെന്ന് പറയാം. അവളെ ശ്രേയ ഘോഷലുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഇവിടെ ഏതാണ് നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ച്? മെറ്റഫർ ആണോ, അല്ലെങ്കിൽ സിമിലി ആണോ, അലിട്രേഷൻ ആണോ? ഇവിടെ നമുക്ക് എവിഡൻ്റ് ആണ്. ലൈഫ് എന്ന് പറയുന്നതിനെ നമ്മൾ ബെഡ് ഓഫ് റോസസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസ്, അല്ലേ? ലൈഫ് എന്ന് പറയുന്നത് ഒരു ബെഡ് ഓഫ് റോസ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈഫിനെ ഇവിടെ ബെഡ് ഓഫ് റോസസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. സോ നമുക്കിത് പറയാം, ഇത് സിമിലി അല്ല, കാരണം ഇവിടെ ലൈക്കോ ആസോ വന്നിട്ടില്ല. അപ്പോൾ ലൈക്കോ ആസോ വരാതെ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് നേരിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? മെറ്റഫർ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് എന്താണ്? ഈ ഓപ്ഷൻ മെറ്റഫർ ആണ് ആൻസർ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ഈസ് ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ അത് സിമിലി ആണ്. ഇനി നമ്മൾ മാറ്റി പറയുന്നു, ഹി ഈസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ എന്ന് പറയുമ്പോൾ അത് മെറ്റഫർ ആണ്. ക്ലിയർ അല്ലേ? ലൈക്കോ ആസോ ഉപയോഗിച്ചാൽ സിമിലി ആണ്, നേരിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് എന്താ നമ്മൾ പറയാ? മെറ്റഫർ എന്നാണ് പറയാം. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡെത്ത് ടച്ച്ഡ് മിസ് ഡേവിഡ് വിത്ത് ഇറ്റ്സ് ഐസി ഫിഗേഴ്സ് എന്ന ചോദ്യം. ഓപ്ഷൻ സിമിലി ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ, ഓക്സിമറോൺ ആണോ, മെറ്റഫർ ആണോ എന്നാണ് ചോദ്യം. ഇവിടെ ഡെത്ത് ടച്ച്ഡ് മിസ് ഡേവിഡ് എന്ന് പറയുമ്പോൾ മിസ് ഡേവിഡിനെ മരണം തൊട്ടു. എങ്ങനെ? അതിൻ്റെ തണുത്ത കൈകളാൽ എന്ന് പറയുന്നു, അല്ലേ? ഇവിടെ ആൻസർ പേഴ്സോണിഫിക്കേഷൻ ആണ്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? വേർഡ് തന്നെയുണ്ട്. പേഴ്സന്റെ ക്വാളിറ്റീസ്, ഹ്യൂമൻ ബീയിങ്സിന്റെ ക്വാളിറ്റീസ് ജീവനില്ലാത്ത അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിന്റെ ക്വാളിറ്റി ആക്കിയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, റെയിൻ ഇസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ എന്ന് പറയും. റെയിൻ ഇസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ എന്ന് പോയിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ മഴ ജനലിന്റെ മേലെ മദ്ദളം കൊട്ടുന്നു അല്ലെങ്കിൽ ചെണ്ട കൊട്ടുന്നു. ശരിക്കും ആരാ ചെണ്ട കൊട്ടുക? മനുഷ്യന്മാരാണ്. അപ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്ന ആ ക്വാളിറ്റി ആരുടെ ക്വാളിറ്റി ആക്കി പറയാണ്? ഈ റെയിൻ്റെ ക്വാളിറ്റി ആക്കിയിട്ട് പറയാണ്. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. സോ ഇവിടെ ഡെത്ത് ടച്ച്ഡ് മിസ് ഡേവിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ് അവിടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷീ വെപ്റ്റ് ഓഷൻ ഓഫ് ടിയേഴ്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ഏതാണ്? ഹൈപ്പർ ബെല്ലെ എന്ന് പറയുന്നതാണ് ആൻസർ. എന്താണ് ഈ ഹൈപ്പർ ബെല്ലെ? ഹൈപ്പർ ബോൾ എന്നാണ് എഴുതുക, പക്ഷെ ഹൈപ്പർ ബെല്ലെ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. എന്താണ് ഈ ഹൈപ്പർ ബെല്ലെ? ഹൈപ്പർ ബെല്ലെ എന്ന് പറഞ്ഞാൽ ഓവർ എക്സാജറേഷൻ ആണ്. ഓവർ എക്സാജറേഷൻ. പോയറ്റ് ചില സന്ദർഭങ്ങളിൽ ഒന്നുകൂടെ അതിനെ പെരുപ്പിച്ച് പറയും. ഫോർ എക്സാമ്പിൾ, എൻ്റെ മുത്തശ്ശിക്ക് ആ കുന്നിൻ്റെ പ്രായമുണ്ട്, അല്ലെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ശരിക്കും ആനയൊന്നും നമ്മൾ തിന്നൂല, അല്ലെ? അല്ലെങ്കിൽ 100 തവണ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട്, 100 തവണ ഒന്നും വിളിച്ചിട്ടുണ്ടാവില്ല. ഇത് ഓവർ എക്സാജറേഷൻ ആണ്. പാത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഹൈപ്പർ ബെല്ലെ എന്നാണ്. ഷീ വെപ്റ്റ്, അവൾ കരഞ്ഞു. ഓഷൻ ഓഫ് ടിയേഴ്സ് എന്ന് പറയുന്നത് കാണുമ്പോഴേ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം ഇതെന്തിന് എക്സാമ്പിൾ ആണ്. യെസ്, ഇത് ഹൈപ്പർ ബെല്ലെ ആണെന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സീക്രട്ട്. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സിമിലി ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ, ഓക്സിമറോൺ ആണോ, അല്ലെങ്കിൽ മെറ്റഫർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആൻസർ ഓക്സിമറോൺ ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലായി ഓക്സിമറോൺ? ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങളെ, രണ്ട് വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാം. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ഓപ്പൺ എന്ന് തുറന്നത് അർത്ഥം. സീക്രട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ് ശരിക്കും, അല്ലേ? അപ്പോൾ ഈ ക്ലോസ്ഡ് ആയതും ഓപ്പൺ ആയതിനെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുക. എന്തിന്? അതിനൊരു എംഫസൈസ് കൊടുക്കാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയും ഭയങ്കര സൗന്ദര്യം എന്ന് പറയാറില്ലേ? അതെന്താ? ഭയം ജനിപ്പിക്കുന്നതാണ് ശരിക്കും ഭയങ്കരം, ടെറിബിൾ ബ്യൂട്ടി എന്ന് പറയും. ഭയം ജനിപ്പിക്കുന്നതാണ് ഭയങ്കരം എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ സൗന്ദര്യം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് എന്തിനാണ്? ഒരു എംഫസൈസ് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതിന് അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക?
ഓക്സിമൊറോൺ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബ്ലഡി സ്വീറ്റ് എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ടെറിബിൾ ബ്യൂട്ടി പറയാറുണ്ട്, ഇവിടെ ഓപ്പൺ സീക്രട്ട് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ബസിംഗ് ബീ ഫ്ലൂ ഓവർ മൈ ഹെഡ് എന്ന് പറയുന്ന ഒരു ലൈന് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, സിമിലി ആണോ, പേഴ്സോണിഫിക്കേഷൻ ആണോ, ഓണോമെറ്റോപ്പിയ ആണോ, അല്ലെങ്കിൽ മെറ്റഫർ ആണോ എന്ന് നിങ്ങൾ അറിയാമെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്യൂർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക.